മണ്ണിടിച്ചിലുണ്ടായ വയനാട് കള്ളാടിയിൽ കാണാതായ അവസാന ആളുടെ മൃതദേഹം അങ്ങനെ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഹിമാചൽ പ്രദേശ് സ്വദേശി വിക്രം സിംഗ് റാണയുടെ മൃതദേഹമാണ് ഒടുവിൽ മീനാക്ഷി പാലത്തിൽ 250 മീറ്റർ മാറി ഏലത്തോട്ടത്തിലെ കുളത്തിൽ നിന്ന് കണ്ടെത്തിയത്. കള്ളാടിയിൽ നിന്ന് എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കള്ളാടി മണ്ണിടിച്ചിലുണ്ടായി 6ാമത്തെ ദിവസമാണ് കാണാതായ അവസാനത്തെ ആളുടെ മൃതദേഹവും കണ്ടെത്തുന്നത്. മീനാക്ഷി പാലത്തിൽ നിന്ന് ഏതാണ്ട് 250 മീറ്റർ മാറിയുള്ള ഏലത്തോട്ടത്തിലെ കുളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കെഡാവർ നായായ റോംബോ ആണ് ആദ്യം അവിടെ ഒരു മൃതദേഹം ഉണ്ടെന്നുള്ള സിഗ്നൽ നൽകുന്നത്. അവിടേക്ക് ഈ തെരച്ചിൽ സംഘത്തെ എത്തിച്ചത്. തുടർന്ന് ഫയർഫോഴ്സ് ഇറങ്ങിയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇവിടെ കോൺക്രീറ്റിനായി സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് പൈപ്പുകൾ ഈ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി അവിടെ അടിഞ്ഞുകൂടിയിരുന്നു. ആ പൈപ്പുകൾക്കിടയിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. ഫയർഫോഴ്സും NDRFും പോലീസും ഒക്കെ ചേർന്ന് ഏറെ ശ്രമിച്ചാണ് മൃതദേഹം പുറത്തെത്തിച്ചത്. അതിനുശേഷമാണ് ഈ മൃതദേഹം കാണാതായ ഹിമാചൽ പ്രദേശ് സ്വദേശി വിക്രം സിംഗ് റാണയുടേതാണെന്ന ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത്. അദ്ദേഹം ഇവിടുത്തെ ദിലീപ് ബിൽകോൺ കമ്പനിയിലെ കൺസ്ട്രക്ഷൻ മാനേജറായിരുന്നു. എന്തായാലും ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതിന് ശേഷം മൃതദേഹം ആംബുലൻസിൽ തുടർ നടപടികൾക്കായി കൊണ്ടുപോയി. പ്രദേശവാസികളായ ജനങ്ങളോടും ഇതിനോട് സഹകരിച്ച എല്ലാവരോടുമുള്ളതായിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് പറയുന്നു. നമ്മുടെ മുമ്പിൽ വേറെ ഒരു പരാതിയും ഇല്ലാത്തതുകൊണ്ട്, പ്രാദേശികമായിട്ടുള്ള ഒരു വിഷമകരമായ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തെരച്ചിൽ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. വിക്രം സിംഗ് റാണയുടെ ബന്ധുക്കൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ 2 സഹോദരന്മാരും അതുപോലെ കസിൻ ബ്രദറും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവർ മന്ത്രി ടി സിദ്ദിഖുമായും മുഖ്യമന്ത്രിയുമായും ഒക്കെ സംസാരിച്ച് സർക്കാർ വകുപ്പുകളുമായും ADMനോടൊപ്പവും ഒക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. എന്തായാലും കേരള സർക്കാരിനും അതുപോലെ ഇവിടുത്തെ സംവിധാനങ്ങളോടും ജനങ്ങളോടും ഒക്കെ ഒരുപാട് നന്ദി പറഞ്ഞാണ് വിക്രം റാണയുടെ കുടുംബാംഗങ്ങൾ മടങ്ങിയത്. Especially thanks to Priyanka ma'am, CM sir, and he's our hero, Mr. T Siddiqui. Just a call away from me, I told him that sir, we need this. He arranged accommodation for us. Every possibility he had tried. I would like to thank all of you. എന്തായാലും മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായി ഒരാഴ്ചയ്ക്കുള്ളിൽ 6ാം ദിവസം തന്നെ കാണാതായ മുഴുവൻ ആളുകളെയും കണ്ടെത്താൻ കഴിഞ്ഞു. അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ്. ഇനിയാണ് മറ്റു നടപടികളിലേക്ക് കടക്കേണ്ടത്. എന്തായാലും ഒരു വിദഗ്ധ സമിതിയെ സർക്കാർ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഈ മണ്ണിടിച്ചിലിന്റെ കാരണങ്ങൾ കണ്ടെത്താനും തുടർ നടപടികൾ തീരുമാനിക്കാനും ഒക്കെ അവരുടെ റിപ്പോർട്ടിനെയാണ് സർക്കാർ ആശ്രയിക്കുക. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഇതിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള വീടുകൾ, അവരുടെ സുരക്ഷിതത്വം, അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലും ഉടൻ തീരുമാനമുണ്ടാകും. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.